ഈ കവറിനൊക്കെ വേണ്ടി ഇവിടെ ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. കർഷക സീഡ് നമുക്ക് കുറച്ച് ഹൈബ്രിഡ് ഇൻഡോ അമേരിക്കൻ സീഡ്സ് കണ്ടോ. അപ്പോൾ പിന്നെ ചെടിക്ക് നല്ല വേരിന്നുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ മാറി നിൽക്കും. നിത്യവഴുതന. ഹലോ ഡിയേഴ്സ്, വ്ളോഗ്സ് ബൈ ഹസി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് സീഡ്സ് ഒന്ന് വാങ്ങി നോക്കാം. ഈ പ്രാവശ്യത്തെ കർഷകശ്രീ വാങ്ങിച്ചപ്പോഴേ ഡിസംബറിലൊക്കെ കർഷകശ്രീയിൽ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് വിത്തുകളുണ്ട്. നമുക്കതൊന്ന് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാവേ. കണ്ടോ, ഇതാ കിട്ടിയത്. കണ്ടോ, ഈ ഒരു പാക്കറ്റ് ഇതെല്ലാം ഹൈബ്രിഡ് സീഡാണ്. ഇൻഡോ അമേരിക്കൻ സീഡ്സ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ. പൊട്ടിച്ച് നോക്കാം. പ്ലേറ്റിലോട്ടൊന്ന് ഇട്ട് നോക്കട്ടെ. നോക്കിയേ, എന്തൊക്കെ സീഡെന്നുണ്ടോ. വെണ്ടയുടെ സീഡുണ്ട്, പിന്നെ വഴുതനയുണ്ട്, ചീരയുണ്ട്, ഹൈബ്രിഡ് മുളക്, തക്കാളി. കണ്ടോ, ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഈ ഹൈബ്രിഡ് സീഡായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് മുളപ്പിക്കേണ്ട കാര്യമില്ല, നേരിട്ട് തന്നെ നമുക്ക് പാകി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പാകാനായിട്ട് ഈ വെണ്ടയൊക്കെ കുറച്ച് മതി. നമ്മൾ നേരത്തെ വേറെ പാകി വെച്ചിട്ടുണ്ടല്ലോ, പല ടൈപ്പ് നമുക്ക് കൃഷി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് അതിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണേ. കണ്ടോ, ഒരു പപ്പടം കുത്തി മതി. ഈ പപ്പടം കുത്തി ഞാൻ ഈ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെച്ചേക്കുക. പപ്പടം പൊരിക്കാനൊക്കെ നമ്മൾ ഫോർക്ക് എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം സാധനം വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഹോളിഡിയിലൊക്കെ നന്നായിട്ട് നടക്കാം. അപ്പം ഹോൾ ഇട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിനകത്തോട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചകിരിച്ചോറ്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, കുറച്ച് മണ്ണ്. അത് കല്ലൊന്നും ഇല്ലാതെ നമ്മൾ അരിച്ചെടുക്കുന്നത്. നല്ല പൊടി പൊടിയോ പോലെ ഇരിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വേര് ഓടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നിറച്ച് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് കുഞ്ഞൊരു കുഴി ഉണ്ടാക്കുക. എന്നിട്ട് വെണ്ട വിത്ത് അങ്ങോട്ട് ഇടുക. നോക്കിയേ, കണ്ടോ, വെണ്ടയുടെ നേരത്തെ നമ്മൾ വെണ്ട വിത്ത് മുളപ്പിച്ചിട്ടായിരുന്നു ഇട്ടത്. ഇത് മുളപ്പിക്കൊന്നും വേണ്ട, ഇത് ഹൈബ്രിഡ് സീഡല്ലേ. ഇത് നമുക്ക് പെസ്റ്റിസൈഡൊക്കെ തേച്ച് വരുന്നതാണ്. അതായത് ഇത്രയും നിറം കണ്ടോ ഇതിൻ്റെ. കണ്ടോ, ഇത് നമ്മൾ വെള്ളത്തിലൊന്നും ഇടാതെ ഇങ്ങനെ അങ്ങ് നട്ട് വെച്ചാൽ മതി. കണ്ടോ, ചെറിയ കുഴി എടുത്ത് ഇങ്ങനെ നട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വഴുതനയുടെ സീഡ് പായി കൊടുക്കാം. കണ്ടോ, കുറച്ച് മതി. ഓക്കെ, കണ്ടോ, ഇങ്ങനെ പായി കൊടുത്താൽ മതി. എന്നിട്ട് മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ചെറുതായിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. കണ്ടോ, അതൊന്ന് മൂടത്തക്ക രീതിയിൽ മൂടത്തക്ക രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ വെണ്ടയൊക്കെ വെച്ചതുപോലെ നമുക്ക് ഒറ്റയായിട്ട് വെക്കണമെന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കിളിച്ച് വരട്ടെ. കിളിച്ച് വരുമ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കിളിച്ച് വന്നതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ ഇളക്കി നല്ല കരുത്തോടെ കിളിച്ച് വരുന്ന തൈ നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെക്കണം. അപ്പോൾ പിന്നെ ചെടിക്ക് നല്ല വേരിന്നുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ മാറി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടി ഇത് ഒന്നിച്ച് കിളിച്ച് വന്നാൽ മതി. ആരോഗ്യമുള്ള തൈ നോക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മുളകും ചീരയും പാകി കൊടുക്കാം. കണ്ടോ, നിറച്ചിട്ടേക്കണം. നമ്മൾ വെണ്ട വിത്തൊക്കെ പാകുമ്പോഴത്തേക്ക് പിന്നീട് മണ്ണിടേണ്ടത് കൊണ്ട് നമ്മൾ പകുതി എടുത്തുള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇതും ഈ ചീരയുടെ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മുളകും പാകി കൊടുക്കാം. നോക്കിയേ, കണ്ടോ. ഇനി ഇത് നല്ല വെയിൽ കിട്ടുന്നിടത്തോട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ എന്താ പാകാൻ പോകുന്നതെന്നറിയാമോ? നോക്കിയേ, നിത്യവഴുതനയുടെ അരി, അതും നമുക്ക് കുറച്ച് പാകി കൊടുക്കാം. നോക്കിയേ, ഇതും ഹൈബ്രിഡാണ്. കണ്ടോ, 8 വിത്തേ ഉള്ളൂ ഒരു പാക്കറ്റിൽ. കണ്ടോ, അപ്പോൾ ഇതുകൂടെ നമുക്ക് പാകി കൊടുക്കാം. നോക്കിയേ, ഇത് നമ്മൾ പകുതി മാത്രമേ നിറച്ചിട്ടുള്ളൂ. കാരണം പിന്നെ വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് കൂടി ഇട്ട് കൊടുക്കണം. ഇതൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് എടുത്ത് പാകി കൊടുക്കാം. കണ്ടോ, ഇത് മുളപ്പിക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് മുളച്ച് വന്നോളൂ. കണ്ടോ, ബേബി പടവലം. ഇതും കൂടെ പാകി കൊടുക്കാം. ഇതിൽ കുറച്ചേറെ സീഡുണ്ട്. നോക്കിയേ, ഇതിൻ്റെ കളറ് കണ്ടോ, പെസ്റ്റിസൈഡൊക്കെ തേച്ചിട്ട് വരുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇതും കൂടെ നമുക്ക് പാകി കൊടുക്കാം.
പയർ, നാംദാരിയുടെ സീഡാണ്. ഇത് കണ്ടോ, ഇത് നല്ല പയറാണ്, നല്ല നീളമുള്ള പയറാണ് ഇത്. നാംദാരിയുടെ നീളത്തിൻ്റെ മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇതിന്. കുറേ നാളുകൊണ്ടേ ഞാൻ കൃഷി ചെയ്യുന്നത് ഈ നാംദാരിയുടെ സീഡാണ്, ഹൈബ്രിഡാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് പൊട്ടിച്ച് പാകാം. ഒരു 5-6 മൂടൊക്കെ മതി, അത്രയും മതി. അത് നല്ല പടന്ന് കയറുമ്പോൾ ആ ഉള്ള പയർ ചെടിയെ നമുക്ക് നന്നായിട്ട് നോക്കിയാൽ മതി. കണ്ടോ, ഇത് കണ്ട ബ്ലാക്ക് കളറിലെ സീഡാണ്. ഓക്കെ, കണ്ടോ, ഇതും കൂടെ നമുക്ക് പാകി കൊടുക്കാം. അതും ഇതുപോലെ ചെറിയൊരു കുഴിയെടുത്ത് പയറിട്ട് ഒന്ന് മൂടി കൊടുക്കുക. കണ്ടോ, അപ്പം ഇതും മാറ്റി വെക്കാം. എല്ലാം ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലല്ല പാകുന്നത്, കുറച്ച് ഞാൻ ഇതുപോലത്തെ പോളിത്തീൻ കവറിനകത്ത് പാകുന്നുണ്ട്. നോക്കിയേ, അതിനകത്ത് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. കാരണം ഇതിൽ പാകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മണ്ണ് കൊള്ളും, ഗ്ലാസ്സിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ മണ്ണ് കൊള്ളും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെടി വളർന്നു വരും. അപ്പം മാത്രമല്ല, ചെടി കുറച്ചും കൂടെ വലുതായതിന് ശേഷം മാത്രം നമുക്ക് താഴോട്ട് ഇറക്കി വെച്ചാൽ മതി. കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ഗ്രോ ബാഗിലല്ലേ വെക്കുന്നത്, ഒന്നുകിൽ ചാക്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ കുഴി എടുത്തിട്ടാണ് വെക്കുന്നത്. കാരണം പന്തലേ കയറുന്നില്ലേ, വലുതായിട്ട് വളരുന്നില്ലേ. അപ്പം ഇത്തരം ഇതിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ചെടി നല്ലപോലെ വളർന്നതിന് ശേഷം നമുക്ക് പറമ്പിലോട്ട് കൊണ്ട് നട്ടാൽ മതി. അപ്പോൾ ഇതിനകത്ത് പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. പിന്നെ പുറകോട്ട് മടക്കി കൊടുക്കണം. കണ്ടോ, മടക്കി ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിന് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടായോ, അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്ട് ഇതിൻ്റെ ഈ സൈഡ്, ഈ മൂലഭാഗം അകത്തോട്ടിങ്ങനെ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇതിങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പം താണ്ട കറക്റ്റായിട്ട് നമുക്ക് ഇരുന്നോളും. കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും. ഈ മൂലഭാഗം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ റൗണ്ടിലങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ കവറില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽമാപ്പാല് വരുന്ന കവർ വേണമെങ്കിലും എടുക്കാം. കണ്ടോ, അതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ കവറിനകത്ത് വേണമെങ്കിലും നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. കത്രികകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ചെറിയൊരു ഹോളിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്കും പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. നോക്കി, കണ്ടോ, നിറച്ചിട്ട് ഈ കവറിങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് മണ്ണ് കൊള്ളും. കണ്ടോ, നമുക്ക് എന്തായാലും ഇത് ഇളക്കി നമുക്ക് തറയെ വെക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വലിയ ചാക്ക് നിറച്ചിട്ട് അതിനകത്ത് വെക്കാനുള്ളതാണ്. അപ്പം നല്ല രീതിയിൽ വളർന്നു വരുന്നവരെ ഇതിലിരിക്കട്ടെ. അപ്പോൾ ഇതും നമുക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഈ കോൺ ഭാഗം കണ്ടോ, വെച്ച് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇരുന്നോളും. നോക്കി, കണ്ടോ. എന്നിട്ട് ഇത് നമുക്ക് ചെടിയെല്ലാം വളർന്നിട്ട് നമ്മൾ താഴോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ട് ചെയ്തല്ലേ എടുക്കണേ. എന്നിട്ട് കഴുകി ഉണക്കി നമുക്ക് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം അങ്ങനെ ഒന്ന് നിറച്ച് വെക്കട്ടെ. വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഈ കവറിന് ഹോളിടാൻ വേണ്ടി നമുക്ക് കത്രിക കൊണ്ടൊന്നും കട്ട് ചെയ്യണ്ട. ഒരു എളുപ്പമാർഗ്ഗം കൊണ്ട് ഇങ്ങനെ നമ്മൾ മണ്ണിലോട്ട് വെച്ചിട്ട് ഈ പപ്പടം കുത്തിക്കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ കുത്തി കൊടുത്താൽ മണ്ണിലോട്ട് താഴ്ന്ന് നമുക്കറിയാമല്ലോ, അപ്പം ഹോള് വീണോളും. കണ്ടോ, ഈ കവറിനകത്ത് നമുക്ക് പയറിട്ട് കൊടുക്കാം. നാംദാരിയുടെ പയർ, അത് ഓരോന്നോരോന്നും മതി, അതിട്ട് കൊടുക്കാം. 2, 3, 4, 5, 6, 7. പിന്നെ കുറച്ച് ഗ്ലാസ്സിലൂടെ വേണം ഇട്ട് കൊടുക്കാവേ. കാരണം പയറൊക്കെ കുറേ മൂടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇഷ്ടംപോലെ പടർന്ന് കയറുന്നത്. കാരണം ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ വളർച്ച അങ്ങ് നിൽക്കുമല്ലോ. കുറേ മൂടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നന്നായിട്ട് വളർന്ന് ഇഷ്ടംപോലെ പയർ കിട്ടും. ഗ്ലാസ്സിലൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബാക്കി നമ്മൾ വെണ്ട ഇട്ട് കൊടുക്കാം. കുറച്ച് വെണ്ടയുടെ വിത്തും കൂടെ. ഇത് ഏത് സൈസ് വെണ്ടയെന്ന് നമുക്കറിയത്തില്ലല്ലോ, ഇതും കിളിച്ച് വരട്ടെ. ഇൻഡോ അമേരിക്കൻ വെണ്ടയെന്നൊക്കെയാണ് പറഞ്ഞേക്കെ, നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി.
എന്താ പയറൊക്കെ പെട്ടെന്ന് മുളച്ച് വരും. നമ്മൾ നാടൻ പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് മുള വന്നിട്ട്, അതൊക്കെ ആണെങ്കിൽ 3 ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല മുള വരും. ഇത് സ്യൂഡോമോണസ് കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളിയെടുത്ത വെള്ളമാണ് കേട്ടോ. അത് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിത്ത് പാകിയതൊക്കെ എല്ലാവരും കണ്ടല്ലോ. അതെല്ലാം കിളിച്ച് വരട്ടെ. അപ്ഡേഷനായിട്ട് വീഡിയോ ചെയ്യാം. വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.